ഇതുപോലെ ആൾക്കാർ വന്ന് കൈയെടുത്തിട്ടുകൊണ്ട് പോകുന്നുണ്ട. ഇഷ്ടപ്പെട്ട പപ്പ. അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ നോഹട്ട്ല് തവക്ക് പിലാവ് എന്ന് പറയുന്ന ഒരു ടർക്കിഷ് ഡിഷാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീടുകളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണിത്. അപ്പോൾ ഇതിന് പിന്നിലൊരു കഥയുണ്ട്. ആ കഥയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്, ടർക്കിയിൽ നിന്ന്. അപ്പോൾ ഇവിടെ വിവാഹത്തിനായിട്ട് വന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ആൾക്കാർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബിരിയാണിയോ അല്ലാന്നുണ്ടെങ്കിൽ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ സദ്യ ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ അതുപോലത്തെ എന്തെങ്കിലും സദ്യ അല്ലെങ്കിൽ ബിരിയാണി ഐറ്റം ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എൻ്റെ വൈഫ് എൻ്റെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്നത് ചോറാണ്, ചിക്കനും ചോറും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് സദ്യ കഴിക്കാൻ, അതായത് ആഹാരം കഴിക്കാനായിട്ട് ചെന്നിരുന്നപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു പോർഷൻ ആയിട്ട്, അതായത് ഒരു കൈപ്പിടിയിൽ വരുന്ന അത്രയും ചോറും പിന്നെ അതിനകത്ത് കുറച്ച് ചിക്കനും കൂടെ ചേർത്തിട്ടുള്ളൊരു ആഹാരമാണ് ഇവിടെ തരുന്നത്. അതിനെയാണ് ഈ നോഹട്ട്ല് തവക്ക് പിലാവ് എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. പക്ഷേ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് എനിക്ക് അരിയാഹാരങ്ങളോട് വളരെയധികം പ്രിയമുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ടർക്കിയിൽ നിന്ന് കഴിക്കുന്ന ഫുഡുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആഹാരമാണിത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ കുക്കിങ്ങിൻ്റെ രീതിയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നിങ്ങൾ വീടുകളിൽ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസിനകത്ത് ഒരു ചിക്കനാണ്. ഇത് ഏതാണ്ട് ഒരു 2 കിലോ ചിക്കൻ ഉണ്ട്. അപ്പം ഈ 2 കിലോ ചിക്കൻ്റെ പകുതി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഉള്ളത് ഇത് നോഹട്ട് എന്ന് പറയും, അതായത് നമ്മുടെ നാട്ടിലെ കടല. ഇത് വെള്ളക്കടലയാണ് എടുക്കുന്നത്. ഈ വെള്ളക്കടല ഇത് 1 കപ്പ് കടല വെള്ളത്തിയിട്ട് കുതിർത്തതാണ്. അപ്പം ഒരു ഓവർനൈറ്റ് കുതിർത്തപ്പോഴത്തേക്ക് ഇത്രത്തോളം ഉണ്ട് 1 കപ്പ് കടല. പിന്നെ ഇത് അരിയാണ്. ഇത് 2 ഗ്ലാസ് അരിയുണ്ട്. നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് 2 ഗ്ലാസ് അരിയാണ്. അപ്പോൾ ഇത് അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടർക്കിയിൽ കിട്ടുന്ന ഒരു ടർക്കിഷ് റൈസാണിത്. അപ്പം നമ്മളെ നാട്ടിലുള്ളവർ നാട്ടിലെ സാധാരണ അരി ഉപയോഗിച്ചാൽ മതിയാകും. കഴിയുന്നതും പച്ചരി അതായത് രീതിയിലുള്ള അരി ഉപയോഗിക്കുക. നാട്ടിലെ പുഴുക്കലരി ഉപയോഗിച്ചാൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ അതിന് ശേഷം വേണ്ടുള്ള ബട്ടറാണ്. ബട്ടർ നമുക്കൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ബട്ടർ വേണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ എൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സവാളയാണ് വേണ്ടത്. അപ്പോൾ ഒരു സവാള എടുക്കുക, ഒരു മീഡിയം സൈസ് സവാളയുടെ ആവശ്യമേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പും പിന്നെ കുരുമുളകുമാണ്. ഇത് രണ്ടും ആവശ്യത്തിന് ചേർക്കാനുള്ളത്, ഉപ്പും കുരുമുളകും. ഇത്ര സാധനമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് നോഹട്ട്ല് തവക്ക് പിലാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു 2 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഈ ചിക്കൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം ഒരു നാട്ടിൽ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇവിടെ കല്യാണത്തിനൊക്കെ ആകുമ്പോൾ മൊത്തം എടുക്കാറാണ് പതിവ്. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആദ്യം അതിൻ്റെ കൈ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇത് നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പിന്നെ അതിന് ശേഷം ഈ 2 കാലും അപ്പോൾ നമ്മൾ കുക്കറിനകത്തോട്ട് ഒരു ഉള്ളി ഇടുക. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ മൊത്തത്തിലായിട്ട് അങ്ങോട്ട് അതിനകത്തിടുക. ചിക്കൻ തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ചിക്കൻ തിളച്ചതിന് ശേഷം മാത്രമേ മൂടിയിടാൻ പാടുള്ളൂ. ചിക്കൻ്റെ നല്ലവണ്ണം തിളച്ച് അതിനകത്ത് കുറച്ച് പത കണക്ക് വരും. ആ പത റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കാനായിട്ടുള്ളത്. നമ്മളുടെ ചിക്കൻ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിളച്ചൊരു 3-4-5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ പത പൊങ്ങി വരും. നമ്മൾ ആദ്യം അത് ക്ലീൻ ചെയ്യുക. ഇതുപോലെ ആണ് പത വരുന്നത്. നമ്മൾ ഈ പതയെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കനെ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഒരു 5 വിസിൽ കേൾക്കുന്നത് വരെ നമ്മളിത് വേവിക്കുക. അപ്പം 4 വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലും വേണം ചെയ്തെടുക്കാനായിട്ട്. നമ്മളുടെ ചിക്കനോട് വേവാണ്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് നമ്മളുടെ അരി കഴുകി കുതിർത്തെടുക്കണം. ആവശ്യത്തിന് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലോട്ട് നമ്മൾ അരി ചേർക്കുക. അരി കഴുകുമ്പോഴത്തേക്ക് നമ്മൾ നല്ലതുപോലെ അരി കഴുകിയെടുക്കുക. കാരണം
ഈ അരി നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അരിയെല്ലാം ഈ പോളിഷ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഈ പോളിഷ് ചെയ്യുന്നത് കൊണ്ട് ഇതിനകത്ത് ഒരുപാട് സ്റ്റാർച്ച് കാണും. ഈ വെള്ള നിറത്തിൽ കാണുന്ന സ്റ്റാർച്ചാണ്. അപ്പോൾ ഈ സ്റ്റാർച്ച് ഉള്ളപ്പോഴത്തേക്ക് അരി വേവിച്ച് കഴിഞ്ഞാൽ അതായത് കുഴഞ്ഞു പോവും. അപ്പോൾ അതിനു വേണ്ടി ഈ സ്റ്റാർച്ച് മാറ്റുക. കുറച്ച് ഒരു വാമായിട്ടുള്ള വാട്ടറിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാർച്ച് പെട്ടെന്ന് നമുക്ക് പോയി കിട്ടും. അപ്പം അതിന് ഒരു 4-5 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞ് നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അതുപോലെ പാത്രം എടുത്തിട്ട് നമ്മളത് സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചെടുക്കും. നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തു. ഇനി അത് കുറച്ച് സമയം തണുക്കാൻ വേണ്ടി വെക്കും. അപ്പം നമ്മൾ ആ ചിക്കൻ വേവിച്ചപ്പോഴത്തേക്ക് ഉപ്പ് ചേർത്തിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം നിങ്ങളത് ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കടല വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കടല വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ആ പ്രഷർ കുക്കറിലോട്ട് തന്നെ ഇടുക. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചിക്കൻ സ്റ്റോക്ക് ആവശ്യത്തിന് അതിലോട്ട് പകർന്നു കൊടുക്കുക. നമുക്ക് ഏതാണ്ട് ഇത്രത്തോളം ചിക്കൻ സ്റ്റോക്ക് മതിയാവും ഈ കടല വേവിക്കാനായിട്ട്. കടല വേവിക്കുന്നതിന് മുമ്പായിട്ട് കടലയിൽ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്തതിനകത്ത് ഉപ്പ് നിങ്ങളൊന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ലേശം കുറവാണ്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുകയാണ് അതിനകത്തോട്ട്. ഉപ്പില്ലാത്ത കടല എന്ന് പറയുന്നത് ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത്. അതിനുശേഷം നമ്മളിതിനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മുതൽ 6 വിസിൽ വരെ കേൾക്കുന്ന രീതി വേവിച്ചെടുക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചോറുണ്ടാക്കാം. ടർക്കിഷ് റൈസ് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന റൈസാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ എടുത്തേക്കുന്നൊരു 2 ഗ്ലാസ് അരിയാണ്. അതിനൊരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ, കാരണം ബട്ടർ കരിഞ്ഞു പോകാൻ പാടില്ല. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നാട്ടിലത്തെ സാധാരണ വെജിറ്റബിൾ ഓയിലോ ചേർക്കുക. അതായത് ഓയിൽ ചേർക്കുമ്പോഴത്തേക്ക് നെയ്യ് ബേൺ ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. നമ്മൾ കഴുകി വച്ചിരിക്കുന്ന അരി സ്ട്രെയിൻ ചെയ്തതിന് ശേഷം അതിലോട്ട് ചേർക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടർക്കിഷ് റൈസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വലിപ്പമുള്ള പാത്രത്തിൽ വേണം ചെയ്യാനായിട്ട്. അരി ഇട്ടതിന് ശേഷം നമുക്ക് തീയുടെ ഫ്ലെയിം കുറച്ച് കൂട്ടി വയ്ക്കാം. ഒരു ഭാഗത്തുനിന്ന് ഇളക്കി കൊടുക്കണം, മറുഭാഗത്തോട്ട് ഇങ്ങനെ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ, കാരണം അരി പൊടിയാൻ പാടില്ല. ഇപ്പോൾ നമ്മളുടെ അരി നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് വെള്ളം ചേർക്കുകയാണ്. വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ചിക്പി ഉണ്ടാക്കിയ വെള്ളം ഉണ്ടല്ലോ, അതായത് മറ്റേ ചിക്കൻ്റെ സ്റ്റോക്കിനകത്താണ് നമ്മൾ ചിക്പി ഉണ്ടാക്കിയത്. ചിക്പി സ്ട്രെയിൻ ചെയ്തെടുത്തപ്പോൾ ഉള്ള വെള്ളമാണത്. അപ്പം അതിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിലാണ് നമ്മൾ ഇതിൽ വെള്ളം ചേർക്കുന്നത്. ഞാൻ 3 ഗ്ലാസ് വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് ആദ്യത്തെ 1 ഗ്ലാസ് എന്ന് പറഞ്ഞത് ആ ചിക്പി കുക്ക് ചെയ്തെടുത്ത വെള്ളവും, പിന്നെ 2 ഗ്ലാസ് നമ്മൾ ചിക്കൻ സ്റ്റോക്കാണ് ഇതിൽ ചേർത്തത്. അതിനുശേഷം ഒന്ന് ഉപ്പ് നോക്കുക. ഇതിനകത്ത് ഉപ്പ് കറക്റ്റാണ്. വെള്ളം തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഓരോ അരിക്കും വ്യത്യസ്തമായിരിക്കും. വെള്ളം തിളച്ചു തുടങ്ങി കഴിഞ്ഞാൽ അപ്പോഴേ ഇത് അടയ്ക്കുക. അടച്ചതിന് ശേഷം തീ ഏറ്റവും കുറഞ്ഞ ലെവലിലോട്ട് മാറ്റുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ കുക്ക് ചെയ്യുക. ആ 10 മിനിറ്റ് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം അരി വെന്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിക്കന് ഡീബോൺ ചെയ്യാണ്. അതിന് ചിക്കൻ എടുക്കുക.
ഇതുപോലെ എടുത്തിട്ട് ഈ സ്ട്രെയിൻ ആയിട്ടുള്ള രീതിയിൽ, നീളത്തിലുള്ള രീതിയിൽ ഇതിനെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസുകൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി മാറ്റിയിട്ടുണ്ട്. ബ്രസ്റ്റ് പീസായിട്ട് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഡീബോൺ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ആൾക്കാർ വന്ന് കൈയെടുത്തിട്ടുകൊണ്ട് പോകും. കണ്ട ഇഷ്ടപ്പെട്ട പപ്പ. അപ്പോൾ ഈ ചോറ് വെന്തിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏതാണ്ട് ഇപ്പോൾ 10 മിനിറ്റോളം കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ചോറ് ഏതാണ്ട് ഒരു 90% വെന്തിട്ടുണ്ട്. ഇനിയെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. അതിനുശേഷം ഇതിങ്ങനെ അടയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒരു 10-15 മിനിറ്റും കൂടെ ഇങ്ങനെ വെക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ അടിയിലുള്ള വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ടിഷ്യൂ പേപ്പറിനകത്ത് വരും. അപ്പോഴത്തേക്കും നല്ല ചോറ് നല്ല പീസായിട്ട് കിട്ടുന്നതായിരിക്കും. ചോറ് തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ, പിന്നെ ഇതുപോലെ തന്നെ കടല, ഇതെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം അതിന് നമ്മൾ സെർവ് ചെയ്യുന്നതിനൊരു 10-15 മിനിറ്റ് മുമ്പ് ചെയ്യാനുള്ളതാണിത്. അതായത് നമ്മൾ ഇത് തുറന്നതിന് ശേഷം ആ പേപ്പർ മാറ്റുക. എന്നിട്ട് നമ്മളുടെ അരി നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ഭാഗത്തോട്ട് മാറ്റുക. അതിനുശേഷം നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല അതിൽ ചേർക്കുക. അതിനുശേഷം നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ കടല ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക കടല. അതിനുശേഷം നമ്മൾ ഈ ചോറ് ഒരു ഭാഗത്തോട്ട് മാറ്റുക. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇടുക. ഈ ചിക്കൻ അതുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് വീണ്ടും അടച്ചു 10 മിനിറ്റ് നേരം ഇതുപോലെ അടച്ചു വെക്കുക. ഏതാണ്ട് നമ്മൾ ഒരു 10 മിനിറ്റായി ഇത് അടച്ചു വെച്ചിരിക്കുന്നു. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഷോപ്പുകളിൽ അല്ലെന്നുണ്ടെങ്കിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ സെർവ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. അതുപോലെ ഞാൻ ഇവിടെ സെർവ് ചെയ്ത് കാണിക്കാം നിങ്ങളെ. അതുപോലെ ഒരു ബൗൾ എടുത്തതിന് ശേഷം ഒരു ബൗളിൽ ആദ്യം കുറച്ച് ചിക്കൻ ഇടുക. അതിനുശേഷം ചോറ്, ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലൊരു പ്ലേറ്റ് വെച്ച് ആ പ്ലേറ്റിലോട്ട് ഇതുപോലെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ സെർവ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ക്യൂമൻ പൗഡർ അതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ചധികം കുരുമുളകിൻ്റെ പൊടി നല്ലതുകൊണ്ട് ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കുരുമുളകിൻ്റെ എരിവ്. അതിനുശേഷം അതിൻ്റെ കൂടെ സൈഡായിട്ട് കൊടുക്കുന്നത് ഉപ്പിലിട്ട കക്കരിക്കയാണ്. ഇവിടെ തുറശ് എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് മുളക്, പിന്നെ ഇതുപോലെ തന്നെ ഈ പിക്കിൾസ് ഐറ്റംസാണ് ഇതിൻ്റെ കൂടെ അവരുടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നോഹട്ട്ലു തവക്കുലു പിലാവ് എന്ന് പറയുന്നത്. അതായത് കടലയും ചോറും ചിക്കനും കൂടെ ആയിട്ടുള്ള ഒരു ഡിഷാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്താൽ വീട്ടിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന കുടിക്കാനുള്ള സാധനമാണ്. ഇത് ഐറാൻ എന്നാണ് ഇവിടെ ടർക്കിഷിൽ പറയുക. അതായത് നമ്മുടെ നാട്ടിലെ മോര് വളരെ പ്രസിദ്ധമാണ്. ഇവിടുത്തെ ആഹാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഐറാനാണ്, പെപ്സിക്കും ബാക്കിയുള്ളതിനും പകരമായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിഷ്. നോഹട്ട്ലു തവക്ക് പിലാവ് എന്നാണ് പറയുന്നത് ടർക്കിഷിൽ. ഇതിൻ്റെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കടലയും ചോറും പിന്നെ ചിക്കനുമാണ്. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഇവിടെ കുടിക്കാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറാനാണ്. ഐറാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മോര്, നല്ല സാൾട്ടി ആയിട്ടുള്ള മോരാണ് ഇവിടെ കുടിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട്. അത് വലിയൊരു സപ്പോർട്ടായിരിക്കും എനിക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ആഹാരവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.